ഓം അപരേ നിയതാഹാരാ പ്രാണാൻ പ്രാണേഷു ജുഹ്വതി സർവേപ്യേതേ യജ്ഞവിദോ യജ്ഞക്ഷ പിതാ കൽമഷഃ. മുപ്പതാമത്തെ ശ്ലോകമാണ് ജ്ഞാന കർമ്മസന്യാസ യോഗത്തിൽ. അപരേ നിയതാഹാരാഹ, ചില വ്യക്തികൾ ഭക്ഷണം നിയന്ത്രിച്ചിട്ട് പ്രാണൻ പ്രാണേഷു ജുഹ്വതി, പ്രാണനെ പ്രാണങ്ങളിൽ ഹോമിക്കും. ഏതേ സർവേ അഭി യജ്ഞവിദ, ഇവരെല്ലാവരും യജ്ഞത്തിന്റെ സൂക്ഷ്മ തത്വം അറിയുന്നവരും യജ്ഞക്ഷ പിത കൽമഷാഹ, യജ്ഞത്താൽ പാപരഹിതരായവരുമാണ് എന്നാണ്. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇതില് തെറ്റുപറ്റുന്ന മേഖല എന്ന് പറയുന്നത്, ഒന്നാമത്തെ വരിയിൽ ഒരു തെറ്റും വരില്ല. അപരേ നിയതാഹാരാഹ, ഒരു തെറ്റും വരില്ല. രണ്ട്, പ്രാണാൻ പ്രാണേഷു ജുഹ്വതി, തെറ്റില്ല. എന്നാൽ സർവേപ്യേതേ യജ്ഞവിദോ, സർവേപ്യേതേ യജ്ഞവിദോ, അവിടെ തെറ്റാനും സാധ്യതയില്ല, എങ്കിലും അവിടെ കൂടിച്ചേരുന്നത് ശ്രദ്ധിക്കണം. സർവേപ്യേ, അത്. പക്ഷെ അടുത്ത വരി പലർക്കും തെറ്റാനുള്ള സാധ്യതയുണ്ട്. ചില ഗ്രന്ഥങ്ങളിൽ തന്നെ അതിൽ ചില അക്ഷര വ്യത്യാസം. യജ്ഞക്ഷ പിത കൽമഷാഹ, യജ്ഞക്ഷാ പിത കൽമഷാഹ എന്നുണ്ട്. അപ്പോ യജ്ഞക്ഷ പിത കൽമഷാഹ, തെറ്റാതെ ഇത് ചൊല്ലിപ്പഠിക്കുക. ഞാൻ ഇനി ഇതിന്റെ മാധുര്യം ഒന്ന് പറയാം, നമുക്കതിന്റെ അർത്ഥം ഒന്ന് അറിയണം. അതിനു വേണ്ടിയിട്ട് ഞാൻ അതിന്റെ അർത്ഥത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഹൈന്ദവ സമൂഹം ഏത് മേഖലയിൽ ചെന്നാലും അവരിൽ അടങ്ങിയിരിക്കുന്ന ഒരു തത്വം, നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക പരമായിട്ടുള്ള എന്തിന്റെങ്കിലും പിറകെ പോകുന്നവരല്ല എന്ന സത്യം. ഭഗവത്ഗീത ആദ്യം മുതൽ അവസാനം വരെ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. തത്വങ്ങളാണ്, അല്ലെ, ജീവിത വീക്ഷണങ്ങളാണ്. ഈ ജീവിത വീക്ഷണങ്ങളൊന്നും ശരിയല്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളും യുക്തിവാദികളും എല്ലാം ഉണ്ട്. പക്ഷെ അവരെല്ലാം നമ്മൾ സ്വീകരിച്ചവരുമാണ്. അവരൊക്കെ മനുഷ്യരാണ്, നാളെ യഥാർത്ഥ ആത്മീയതയിലേക്ക് ആധ്യാത്മികതയിലേക്ക് വരേണ്ടവരാണ് എന്ന ബോധമാണ് ഹിന്ദുവിനെ എപ്പോഴും ഉണർത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളെയും അല്ലെങ്കിൽ എല്ലാ മതങ്ങളിലുള്ളവരെയും ഒരുപോലെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് ഹിന്ദുവിന് ഉണ്ടാവാനുള്ള കാരണം. അത് വിചാരിച്ച് തീവ്രവാദികളെ സ്നേഹിക്കണം എന്നല്ല, ഭീകരവാദികളെ സ്നേഹിക്കണം എന്നല്ല. തീവ്രവാദികളും ഭീകരവാദികളും ഏത് ഹിന്ദു ധർമ്മത്തിലോ മതങ്ങളിലോ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ സ്വീകരിക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ അവരെ എല്ലാം നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന സിദ്ധാന്തമാണ് ഹൈന്ദവ ധർമ്മം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ പറഞ്ഞത് ഹൈന്ദവ ധർമ്മം എന്ന് പറയുന്നത് ഒരു യാഗാഗ്നിയാണ്, അതിലെന്ത് കൊണ്ടുപോയിട്ടാലും അത് ലയിച്ചോളും എന്നാണ്. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അതിനൊരു ഡീറ്റെയിലിംഗ് നമ്മുടെ ഹൈന്ദവ ധർമ്മം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഭഗവത്ഗീത തത്വങ്ങളാവാൻ കാരണം. ഭഗവത്ഗീതയിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നൊന്നുമില്ല. ഒരു മനുഷ്യൻ, സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള തത്വങ്ങളാണ്. അതായത് തളർന്നു വീണ് കിടക്കുന്ന ഏതൊരാൾക്കും ഊർജ്ജസ്വലമായ വഴി പകർന്നു തരുന്നതാണ് ഗീത. അതുകൊണ്ടാണ് ഈ ബാലഗംഗാധര തിലകനൊക്കെ ഗീതാ രഹസ്യം എഴുതിയത്. വലിയ പുസ്തക ഗീതാ രഹസ്യം, നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതുപോലെ മഹാത്മാഗാന്ധിജി ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഗീത ഉപയോഗിച്ചത് അതുകൊണ്ട്. എന്തിനധികം APJ അബ്ദുൽ കലാം എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നാൽ ഗീത എടുത്ത് വായിക്കുമ്പോഴാണ് അത്ര ആത്മവിശ്വാസം ഉണ്ടാവാറ്. അപ്പൊ അതിനർത്ഥം വലിയ ഒരു തത്വമാണ് നമ്മുടെ മുന്നിൽ ഈ
ഗീത കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ ഹൈന്ദവ ധർമ്മം കാണിച്ചു തരുന്നത്, അത് ആരെയും പഴിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നുമല്ല. എല്ലാവരെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനുള്ള അമൂർത്തമായ പഠനമാണ് ഈ ഗീത പോലെയുള്ള മഹാഗ്രന്ഥങ്ങൾ നമുക്ക് നൽകുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഉൾക്കൊള്ളുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നതെന്ന് അർത്ഥം. അതുകൊണ്ടാണ് ഈ 30-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഭഗവാൻ തളർന്നു കിടക്കുന്ന അർജുനനോട് പറയാണ്. എന്താ പറയുന്നത്? ആഹാരം മനസ്സിനെയും ബുദ്ധിയെയും സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് സത്യസന്ധമായ കാര്യമാണ്. നല്ല പോത്തർച്ചയും പിന്നെ അതേപോലെ തന്നെ മാംസാഹാരങ്ങളൊക്കെ കഴിക്കുന്ന ആളുകള് തീരെ ബുദ്ധിയില്ലാതെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പെട്ടെന്ന് എടുത്തു ചാടും, പെട്ടെന്ന് ദേഷ്യപ്പെടും, കോപിക്കും, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മാംസാഹാരം കഴിക്കുന്നവരിലും നല്ല തന്മയത്വമുള്ള സ്നേഹത്തോടെ സംസാരിക്കുന്നവരുണ്ട് കേട്ടോ. അത് അവരെ ഹോർമോണിൽ അത് ചേരാത്തത് കൊണ്ടായിരിക്കും. എന്നാൽ വെജിറ്റേറിയൻസ് കഴിക്കുന്നത് നോക്കൂ, 99% അങ്ങനെ എടുത്തു ചാടുന്നവരൊന്നാവില്ല. വിനയത്തോടെ സംസാരിക്കുന്നവരായിരിക്കും, സ്നേഹത്തോടെ സംസാരിക്കുന്നവരായിരിക്കും. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വലിയ തത്വം തന്നെയാണ്. ആഹാരം നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും നന്നായി സ്വാധീനിക്കും എന്നുള്ളത് യാഥാർത്ഥ്യവും. ഇത് ഭഗവാൻ തന്നെ പറയും. ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കണം ഇതും ഭഗവാൻ പറയുന്നുണ്ട്. എങ്ങനെ കഴിക്കണം എന്നും പറയുന്നുണ്ട്. ഒരു ദിവസം എത്ര അളവിൽ എത്ര നേരം കഴിക്കണം എന്നും പറയുന്നുണ്ട്. മനുഷ്യന്റെ കുഴപ്പം എന്താന്ന് വെച്ചാൽ, നല്ലൊരു കഷ്ണം അലുവി ഇപ്പുറത്ത് മീൻകറി ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർത്ത് മനുഷ്യൻ കഴിക്കും. മനുഷ്യരങ്ങനെയാണ്. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മള് ഈ ഒരു പശുവിനെ പുൽമൈതാനത്തേക്ക് വിട്ടാൽ അവിടെയുള്ള എല്ലാ പുല്ലും പശു തിന്നില്ല. പശുവിന് തിന്നേണ്ടത് മാത്രമേ തിന്നു. ബാക്കിയുള്ള പുല്ലൊക്കെ അതേപോലെ അവിടെ ഒക്കെ ഉണ്ടാവും. ഈ കമ്മ്യൂണിസ്റ്റ് അപ്പ എന്നൊക്കെ പറയുന്ന ചെടി ഉണ്ടല്ലോ, അതൊന്നും പശു തിന്നൂല. അത് കാട് കെട്ടി നിന്നാലും അത് തിന്നില്ല. കാരണം അതിനറിയാം അത് വേണ്ടാത്തതാണ്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല, എന്തു വാരി വലിച്ച് തിന്നുക എന്നുള്ളതാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് ഇത്രയധികം ഹോസ്പിറ്റലുകൾ ഉണ്ടായത്. മൃഗശാലകളൊക്കെ ഉണ്ട്, മൃഗാശുപത്രികളുണ്ട്. പക്ഷെ എത്ര ഉണ്ട് എന്നൊന്ന് നോക്കി നോക്കൂ. പക്ഷെ ഇപ്പൊ പെരിന്തൽമണ്ണ ടൗണിൽ വെറുതെ ഒന്ന് പോയി നോക്കുന്നു. പെരിന്തൽമണ്ണ ടൗണിൽ അവിടെ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു 40-ലധികം ആശുപത്രി ഉണ്ട്. എന്തിനാ? മനുഷ്യൻ വികൃതമായ ഭക്ഷണം കഴിച്ച് കണ്ണിക്കണ്ട അസുഖങ്ങൾ ഉണ്ടാക്കി ഹോസ്പിറ്റലിലേക്ക് എന്നും വരുന്ന ആശുപത്രിക്കാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഭക്ഷണം ഉപേക്ഷിക്കാൻ നമ്മുടെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് വ്രതം എടുക്കാം, അല്ലെ? വ്രതം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ വ്രതം എടുക്കുന്നത്? ഒരുപാട് ഗുണങ്ങളുണ്ട് വ്രതം എടുത്താൽ. നമ്മള് ഒരു നേരം കഴിക്കേണ്ട ഭക്ഷണം ഏതെങ്കിലും ഒരു പാവത്തിന് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. അല്ലെ? നമുക്കത് കാണാൻ സാധിക്കും. അപ്പൊ വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ആഹാരക്രമമാണ്. നമ്മളെ ജീവിതത്തില് നമ്മളെ സമാധാനിപ്പിക്കാനുള്ള ഒരു ക്രമമാണ് അത്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. മനസ്സുഖം ലഭിക്കാൻ ഭക്ഷണം നിയന്ത്രിക്കുന്നതാണ്. നമ്മുടെ മനസ്സിനൊരു സുഖം കിട്ടണമെങ്കിൽ ഭക്ഷണം നിയന്ത്രിക്കണം. ഭക്ഷണം യഥാസമയം കഴിച്ചിരിക്കുന്ന ഒരാൾക്ക് സമ്പൂർണ്ണ സമയത്തും സ്വസ്ഥത ഉണ്ടാവില്ല. ആവശ്യത്തിലധികം ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്നവരുടെ മുഖം ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ അസ്വസ്ഥത നമുക്ക് കാണാൻ പറ്റും. അപ്പാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കൈയൊക്കെ നിലത്ത് കുത്തിയിട്ടൊക്കെ എഴുന്നേക്കുന്നത് കണ്ടിട്ടില്ലേ? അരി വലിച്ചു തിന്നിട്ട് സർവാംഗീണമായ ശരീരത്തിന്റെ ക്രമത്തെയും അക്രമമാക്കി മാറ്റുന്ന മനുഷ്യൻ കാണാൻ സാധിക്കും. ഭക്ഷണം തൃപ്തിക്കല്ല, നമുക്ക് തൃപ്തി ആവുന്നത് വരെ കഴിക്കലല്ല ഭക്ഷണം. തൃപ്തിക്ക് പകരം ഭക്ഷണം അമിതമായി കഴിച്ചവർക്ക് ഉണ്ടാവുന്നത് വിഷമമായിരിക്കും. അപ്പൊ മനസ്സുഖം ലഭിക്കാൻ ശരീരത്തിന് വ്യായാമം വേണം, യുക്തമായ ഭക്ഷണം കഴിക്കണം, വ്രതങ്ങൾ കർശനമായിട്ട് അനുഷ്ഠിക്കണം. പൂർവികർ നിർദ്ദേശിക്കാൻ ഈ കാരണമാണ് തന്നെ പറയാം. ഭക്ഷണത്തെ നിയന്ത്രിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന പ്രാണോർജത്തെ പ്രധാന പ്രാണനിലേക്ക് തന്നെ ഹോമിക്കണം എന്നുള്ളതാണ് യാതൊരു. അപ്പോ ഭക്ഷണ ക്രമീകരണം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണെന്ന് പഠിച്ചു വെക്കണം. വിവിധ തരത്തിലുള്ള യജ്ഞങ്ങളെ പ്രതിപാദിച്ച ശേഷം ഭഗവാൻ യജ്ഞങ്ങൾ നമ്മെ
പവിത്രമുക്തരാക്കുന്നു എന്നുകൂടി ഇവിടെ പറഞ്ഞു തരികയാണ്. അപ്പൊ യജ്ഞത്തിന്റെ സൂക്ഷ്മമായ തത്വം മനസ്സിലാക്കിയ പ്രസ്തുത യോഗികളെ പാപം തീണ്ടുക പോലും ചെയ്യുന്നില്ല എന്നുള്ള സത്യത്തെ ബോധ്യപ്പെടുത്തലും കൂടിയാണ്. അപ്പോ മേൽ പ്രസ്താവിച്ച യജ്ഞങ്ങളെല്ലാം മനസ്സിനെ ഏകാഗ്രമാക്കി ധ്യാനാവസ്ഥയിലേക്ക് നയിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് ഒരു ഉജ്ജ്വലമായ ക്രമമാണ്. നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന ഭക്ഷണം മുഴുവൻ കഴിക്കലല്ല മാനുഷിക ധർമ്മം, മറിച്ച് നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം കഴിക്കലാണ് മാനുഷിക ധർമ്മം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കല്ല, എനിക്ക് ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിച്ചാൽ ആ മനുഷ്യൻ അധപ്പതിച്ച് നാശമായി പോകും. പിന്നെ ജീവിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം കഴിക്കാം. അമിതമായ ഭക്ഷണം വലിയ അപകടമാണ് എന്ന ബോധ്യപ്പെടുത്തലാണ് ഈ ശ്ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഭക്ഷണത്തിന് ഒരു കൃത്യമായ ക്രമം നടത്തുക, ക്രമം ഉണ്ടാക്കുക. അത് ഭഗവത്ഗീത തന്നെ നമ്മളോട് ഉപദേശിക്കുമ്പോൾ ആ ഉപദേശത്തെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം. ഗീത ഇവ പരമോധർമ്മ. നാളെ കാണാം. നമസ്കാരം.